അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, നമ്മൾ ഈ നമ്പർ 1 കേരളത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. ഈ നമ്പർ 1 കേരളത്തിലാണ് പഠിക്കാനെത്തുന്ന കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുകയും അതുപോലെ പാമ്പ് കടിയേറ്റ് മരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോത്തുന്നവർ കെട്ടിടങ്ങൾക്കടിയിൽ അകപ്പെട്ട് മരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്ന ആ ഒരു അവകാശവാദം, ആ ടാഗ് ലൈൻ പൂർണ്ണമായും തകർന്നു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇന്ന് ഈ തേവലക്കര സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് കടമനിട്ടയിൽ ഒരു സ്കൂൾ കെട്ടിടം നിലം പൊത്തുന്നത്. ആ സ്കൂളിനും ഇതുപോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ സ്കൂളിൽ പ്രവർത്തനം തുടങ്ങിയതാണ്. കുരിയച്ചിറ സെൻറ്റ് പോൾ സ്കൂളിൽ മേശവലിപ്പ് തുറന്ന കുട്ടികളുടെ നേർക്ക് അവരെ കൊത്താൻ എത്തിയത് മൂർഖൻ പാമ്പാണ്. അപ്പോൾ എന്ത് വിധത്തിലുള്ള സുരക്ഷയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ, ആശുപത്രികളിൽ ഇവിടുത്തെ പൗരന്മാർക്ക് നൽകുന്നത് ഈ നമ്പർ 1 കേരളം? നോക്കൂ നീലിമ, കേരളം ഒന്നാമതാകുന്നതിൽ, നമ്പർ 1 ആകുന്നതിൽ വലിയ വിഷമമുള്ള കേരളീയരോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു സംഗതിയായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കുറവുകൾ, കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ മത്സരിക്കുന്നവരായി നമ്മളിൽ ചില ആളുകൾ മാറുന്നത് നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറയാൻ എനിക്കൊരു അവസരം ഉണ്ടാകണം. കാരണം ഞാൻ മറുപടി പറയേണ്ടത് ആങ്കർ ഉൾപ്പെടെ 4 പേർക്കാണ്. ഇവിടെ വിദ്യാർത്ഥികൾ കുറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ 36 രാഷ്ട്രങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന കാര്യത്തെ സംബന്ധിച്ച്, അങ്ങനെ കേരളം നമ്പർ 1 ആകുന്നതിനെ സംബന്ധിച്ച് ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത് ആങ്കർ തന്നെ നേരത്തെ സൂചിപ്പിച്ച ക്യാപ്സൂളുകളുടെ ശേഖരം നിങ്ങളുടെ പക്കലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ജനകീയമായ കാര്യങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നത്. നേരത്തെ എൻ്റെ ഒരു സഹ പാനലിസ്റ്റ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം ആ കുഞ്ഞ് മരണപ്പെട്ടു പോയത് നമ്മുടെ വീട്ടിലായിരുന്നാൽ പോലും ഒരാൾക്ക് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായാൽ 5 ലക്ഷത്തിൻ്റെയോ 50 ലക്ഷം തന്നാലോ അത് ഒരിക്കലും ഒരു പരിഹാരമാകുകയില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ വീട്ടിലെത്തി ആ കുഞ്ഞിന് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ആ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയും വീടും പണിതു കൊടുക്കും എന്ന് ഉറപ്പ് നൽകി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടന 10 ലക്ഷം രൂപ ആ കുഞ്ഞിന് കുമാർ, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു നൽകാൻ ആർക്കുമാകും. കാരണം ഇവരുടെയൊക്കെ പോക്കറ്റിൽ നിന്നല്ലല്ലോ അത്തരത്തിൽ പണം എത്തുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നും എടുക്കുന്ന പണം എടുത്തുകൊണ്ട് ദുരന്തമുണ്ടാകുമ്പോൾ പണം കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം ഈ പറയുന്ന സഹായം ചെയ്യുമ്പോൾ, നീലിമ, ഈ പറയുന്ന സഹായം ചെയ്യുമ്പോൾ അതിനെ വില കുറച്ച് 3 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നീലിമ ഇടപെട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്കിത് പറയേണ്ടി വന്നത്. കേരളം ഒന്നാമതായി പോകുന്നു എന്നുള്ളതല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഈ കാര്യത്തെ സംബന്ധിച്ച്, ഈ അപകടത്തെ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. അതിനകത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ്. അതിനകത്ത് ചില മേഖലകളിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അനാസ്ഥക്കെതിരായി ശക്തമായ മേഖലകളാണ് പ്രശ്നം. സാർ, ഒരു പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തോണ്ട് താങ്കൾ ഈ ഭരണകക്ഷിയുടെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെയാണ് ഇത് ചോദിക്കുന്നത്. അവിടെ ഒരു പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ഇതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ഭരിക്കുന്ന ആ സ്കൂൾ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിനെതിരെ നടപടിയില്ല. വളരെ കൃത്യമായി അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കേണ്ട മാനേജ്മെന്റ് വർഷം തോറും ഒരു അധ്യാപക നിയമനത്തിന് 60 ലക്ഷത്തിലധികം രൂപ കൈപ്പറ്റുന്ന ആ മാനേജ്മെന്റ് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ ആ മാനേജ്മെന്റിലെ ആദ്യം പ്രതിസ്ഥാനത്ത് വരേണ്ടത്, അല്ലാതെ അവിടുത്തെ പ്രധാന അധ്യാപികയെ മാത്രം ഇത്തരത്തിൽ കുറ്റക്കാരിയായി കണ്ടുകൊണ്ട് തലയൂരാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട നീലിമ അടക്കമുള്ള അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നാണ്. പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു പ്രഥമാധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അനാസ്ഥയ്ക്ക് സസ്പെൻഷൻ എന്ന നടപടി മാത്രമേ സർക്കാരിന്റെ മുന്നിലുള്ളൂ. സുരേഷ് കുമാർ, അല്പസമയം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ
ചില കാര്യങ്ങൾ വ്യക്തമാക്കി. വളരെ കൃത്യമായി ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കും വരെ സമരരംഗത്ത് തുടരും എന്ന് കൃത്യമായ നിലപാട് BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതോട് ചേർത്ത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 2019 പാമ്പുകടിയേറ്റ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഷഹല മരിച്ചപ്പോൾ ഇതേ സംഭവം തന്നെയാണ് അവിടെ ചെയ്തത്. അവിടെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഒരാൾക്കെതിരെയും നടപടിയില്ല. അതിന് ഫിറ്റ്നസ് കൊടുത്ത പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടിയില്ല. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നടപടിയില്ല. ഒരു നടപടിയുമില്ല. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞ് അവരെ തിരിച്ചെടുത്തിട്ടുണ്ടാകാം. ഇത് തന്നെയാണ് ഇവിടെയും പയറ്റുന്നതെങ്കിൽ അത് ശരിയാകില്ല. ഇത് കൃത്യമായി നരഹത്യയാണ് നടന്നിരിക്കുന്നത്. വളരെ കൃത്യമായി മാനേജ്മെന്റിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് കേസിൽ FIR ഇടണം, മുന്നോട്ട് പോകണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. KSEBിക്കും പഞ്ചായത്തിനും മറ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള അനാസ്ഥയെ സംബന്ധിച്ച് കൃത്യമായി പരിശോധിക്കുമെന്ന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി പുട്ടടിച്ചു എന്ന്. തുടർച്ചയായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ യുവജന നേതാക്കന്മാരും വയനാട് ദുരന്തം പോലും മറയാക്കി പുട്ടടിക്കുന്നത് കൊണ്ട് അതൊരു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ 9 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് തന്നെ നിങ്ങളുടെ ഭരണത്തെ നോക്കി കാട്ടുകള്ളന്മാരുടെ ഭരണമാണ്. ഞാൻ ഇടപെടുന്നത് കൊണ്ട് ദയവായി ക്ഷമിക്കണം. താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചത് ഒരു പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമോ എന്നതാണ്. നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ഒറ്റ പോയിന്റ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ ഈ നാട്ടിലെ മാധ്യമങ്ങളെ നോക്കി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരം ചെയ്യും. എനിക്ക് അദ്ദേഹത്തോട് ഒരു എളിയ റിക്വസ്റ്റ് ഉള്ളത്, അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവരുടെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടുന്ന 1500 കോടി രൂപ സമഗ്ര ശിക്ഷ കേരളത്തിന് കിട്ടാനുള്ള തുക കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ തുക കൂടെ അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്തി ആ തുക കൂടെ കേരളത്തിന് ചില നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതനുസരിക്കാനുള്ള ബാധ്യത ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. നിങ്ങൾ PM-ശ്രീ പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്? PM-ശ്രീ പദ്ധതിയോട് നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് ഒരു വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണ്? ആ വാശി പിടിക്കുന്നത് കൊണ്ടാണ് ഈ ധാർഷ്ട്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ട പലതും ഈ സംസ്ഥാനത്തിന് അന്യമാകുന്നത്. ഈ ഭരണത്തിന്റെ ദുഷ്ചെയ്തികൾ മൂലമാണ്. അത് വളരെ കൃത്യമായി പാർലമെന്റിൽ അടക്കം ചർച്ചയ്ക്ക് വന്നതാണ് ടി സുരേഷ് കുമാർ. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വല്ലാതെ കാവ്യവൽക്കരിക്കണമെന്നും അതുപോലെ തന്നെ ഈ മുഗളന്മാരുടെ ചരിത്രം പഠിക്കണ്ട എന്നും ഞങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള തിട്ടൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ സഹായം ഏറ്റുവാങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് ഞങ്ങൾക്ക് മനസ്സില്ല. കേരളത്തിന്റെ ഒരു തലമുറയെ അരാഷ്ട്രീയവാദത്തിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുന്ന ചില വ്യക്തികളുടെ പാഠഭാഗങ്ങളാണ്, ചില ആളുകളുടെ പാട്ടുകൾ മാത്രമാണോ ഈ ക്യാമ്പസുകളിൽ പഠിപ്പിക്കേണ്ടത്? അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മറ്റ് വിഷയങ്ങളിലേക്ക് കാട് കയറുകയാണ്. പ്രധാനമായും സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് നടപടി വേണ്ടത് എന്നുള്ള പ്രതിപക്ഷ അഭിപ്രായം വളരെ കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടിയില്ല എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. അത് 2 തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. നിങ്ങൾ 1500 കോടി രൂപ കേരളത്തിലെ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള പൈസ ആദ്യം കൊടുക്കാൻ പറയൂ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട്. അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടുന്ന മര്യാദ.
ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേര് ആ ശിലാഫലകത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഞങ്ങൾ പഠിക്കണോ? കേരളത്തിൽ മുഗളന്മാരുടെ ചരിത്രം പഠിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കണമോ? കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയും മതന്യൂനപക്ഷ നേതാക്കന്മാരുടെയും സാമീപ്യം ഉണ്ടാകരുത് എന്ന തിട്ടൂരം മുന്നോട്ട് വെച്ചാൽ അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കണോ? എന്നിട്ട് നിങ്ങളുടെ 1500 കോടി രൂപ പിച്ച ചട്ടി വാങ്ങുന്നത് പോലെ ഞങ്ങൾ ഏറ്റുവാങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നീലിമ, എന്ത് ന്യായമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്? താങ്കൾ സംസാരിച്ചപ്പോൾ ആരും ഇടപെട്ടില്ല. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, താങ്കൾ സംസാരിച്ചപ്പോൾ ആരും ഇടപെട്ടില്ല. അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സമയം കൊടുത്തു. ഞാൻ പറഞ്ഞ പോയിന്റ് അവസാനിപ്പിച്ചിട്ടില്ല. എനിക്ക് ഒരു മിനിറ്റ് കൂടെ തരണം. ആ അനാസ്ഥ പരിശോധിക്കുകയും ആ അനാസ്ഥ ഉണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കൂടുതൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഈ കേന്ദ്ര ഭരണത്തിൽ ഉള്ള സ്വാധീനം ചെലുത്തി SSKക്ക് വരേണ്ടിയിരുന്ന 1500 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്.